ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ പോലീസുകാരൻ ആ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ആളോട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഓഡിറ്റോറിയത്തിലെ ആ ഒരു ഫോട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു പറയുമ്പോ അന്ന് അവിടെ വന്ന ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ CCTV വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോസ് എല്ലാം തന്നെ ഈ CAക്ക് കിട്ടാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ പ്രതിനെ പിടികൂടാൻ പാടില്ലല്ലോ, തെളിവുകളും സാക്ഷികളും ഒക്കെ കൂടേണ്ടിട്ട് വേണമല്ലോ പിടികൂടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് അന്വേഷണം അല്ലെങ്കിൽ അവസാനമായിട്ട് കിരണിനോടും കല്യാണത്തോടും സംസാരിക്കാം, അവര് കുറ്റം സമ്മതിക്കോ നോക്കട്ടെ എന്ന് വെച്ചിട്ട് ആ CA നേരെ കിരണിന്റെ വീട്ടിലേക്കാണ് വീണ്ടും വരുന്നത്. അപ്പൊ കിരണും കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ കല്യാണി അടുത്ത് കിരൺ പറയുന്നുണ്ട്, കല്യാണി നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഗംഗപ്രസാദിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു അവനെ കൊല്ലണോന്നുള്ളത്. ഇപ്പോ എന്റെ കൈ കൊണ്ട് അത് സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കല്യാണി, ഞാൻ അവനെ ഇടിച്ച് തകർത്തു. പക്ഷെ അവന്റെ തല കല്ലിൽ പോയി ഇടിച്ചിട്ടാണ് അവൻ മരിച്ചത്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഞാനല്ല അവനെ കൊന്നത്. പക്ഷെ അവൻ കൊല്ലാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, മരിക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സമാധാനം വന്നില്ലേ. എന്നാലും കിരണേട്ട ആ CA കേസ് എങ്ങാനും അന്വേഷിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ കിരണേട്ടനാവില്ലേ കൊലയാളി. എന്റെ കല്യാണി അത് പിന്നീടുള്ള കാര്യമല്ലേ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. നിന്നോട് പറഞ്ഞിട്ട് തന്നെ നീ ഇങ്ങനെ മറ്റുള്ളവരറിഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. നിന്റെ വായന്ന് ഈ സത്യം ഒരിക്കലും പുറത്തു പോകരുത്. രതീഷിനും വേലുവിനും എനിക്ക് മാത്രമേ സത്യം അറിയുള്ളൂയിരുന്നു. പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ നിന്നോടും പറഞ്ഞു. ഇനി ആരും ഈ സത്യം അറിയില്ലേ. കല്യാണി നിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട്, നീ ആ ടെൻഷൻ പുറത്ത് കാണിക്കരുത് എന്നൊക്കെ കിരണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വീണ്ടും CA വരുന്നു കേട്ടോ. അപ്പോ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ ദേ വീണ്ടും അയാള് വന്നു. ആ CA അയാള് വീണ്ടും വന്നോ? ആള് പോയതാണല്ലോ, പിന്നെ എന്താണോ വന്നത് എന്ന് ചോദിച്ചിട്ട് കിരണും കല്യാണി പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ ആ CA ഒന്ന് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അവിടേക്ക് വരുന്നത്. ഒന്നും കൂടി വരേണ്ടി വന്നു, ചില കാര്യങ്ങളെ ഒന്നുകൂടി ക്ലിയർ ആക്കാനുണ്ട്. നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല സർ, സാർ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് കിരൺ വിളിക്കാണ്. അല്ല, നേരത്തെ നമുക്ക് കല്യാണി ഭയങ്കര ആക്റ്റീവും ഭയങ്കര സംസാരത്തിലൊക്കെ നല്ല ആക്റ്റീവും ഭയങ്കര ഒരു സന്തോഷത്തിലായിരുന്നു കല്യാണി. പെട്ടെന്ന് എന്ത് പറ്റി മുഖമൊക്കെ ആകെ മാറിയത്? എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ. അല്ല, മനസ്സിനുള്ളിൽ ഒരു ഭാരം എടുത്തു വെക്കുമ്പോഴേ മുഖത്തതൊക്കെ അറിയാൻ സാധിക്കും. കല്യാണിയുടെ മുഖം കാണുമ്പോഴേ എനിക്ക് എന്തോ കല്യാണിയുടെ എന്തോ പെട്ടെന്ന് ഒരു ടെൻഷൻ വന്ന പോലെ തോന്നണേ. എന്ത് പറ്റി കല്യാണി എന്ന് CA ചോദിക്കുമ്പോ കല്യാണി ഒന്നുമില്ല സർ, ഞാനൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നതാണ്. സാറ് പറഞ്ഞല്ലോ ഗംഗപ്രസാദിന് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു, പിന്നെ അവനെ കണ്ടില്ലെന്ന്. അപ്പൊ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അതെ, ഗംഗപ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം എന്നോട് സഹകരിക്കാനായിട്ട്. ഗംഗപ്രസാദ് മരിച്ച എല്ലാവർക്കും സമാധാനമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു മനുഷ്യനാണല്ലോ. അവൻ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് അവനെ കൊല ചെയ്തെന്ന് അറിയണമല്ലോ. പിന്നെ എന്റെ അടുത്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കാതെ ഞാൻ ഇരിക്കാറില്ല. ഞാൻ പല സ്റ്റേഷനിലും ചാർജ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് പല വലിയ വലിയ ആൾക്കാരുടെ കേസുകളൊക്കെ വരുമ്പോഴേക്കും അവരെ കൈക്കൂലി കൊണ്ടിട്ടും അതുപോലെ തന്നെ സ്വാധീനം കൊണ്ടൊക്കെ എന്നെ വിളിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും വീഴില്ല. കാരണം ഞാൻ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടുള്ളൂ. അത് എത്ര കുറ്റവാളിയാണെന്നുണ്ടെങ്കിലും കൊലയാളിയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് നിയമം കൊടുക്കുന്ന ശിക്ഷ, അതാണ് ശിക്ഷ. അല്ലാതെ മനുഷ്യന്മാർ അതിൽ കൈകടത്തേണ്ട കാര്യമില്ലല്ലോ. അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിലും ഓക്കെ, അത് പക്ഷെ പോലീസിനോട് വന്ന് പറയണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഗംഗേനെ കാണാതായിട്ട് 3-4 ദിവസമായി. അവൻ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ CCTV ദൃശ്യങ്ങൾ കണ്ടു. പക്ഷെ തിരിച്ച് അവൻ പോയിട്ടില്ല. അപ്പൊ അവൻ പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അപ്രത്യക്ഷമായി പോയോ? എന്താ കിരൺ ഒന്നും പറയാനില്ലേ? സാർ, അത് ഞാൻ എന്ത് പറയാനാ, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്ന് പറയാണ് കിരൺ. എന്തായിരിക്കും കല്യാണി ഓഡിറ്റോറിയത്തിൽ വന്ന അവൻ തിരിച്ചു പോയിട്ടില്ല, 3 ദിവസമായി. എന്തായിരിക്കും കാരണമെന്നാ കല്യാണിക്ക് തോന്നുന്നത്? അത് എനിക്കെങ്ങനെ അറിയാനാ സർ എന്ന് കല്യാണി പറയുമ്പോ CA കല്യാണിനെ ശരിക്കും നോക്കുന്നുണ്ട്. കല്യാണിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതിനുശേഷം CA ചോദിക്കേണ്ടല്ല, ആ ഓഡിറ്റോറിയത്തിൽ അന്ന് ആണുങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാണ്. കിരൺ പറയുന്നുണ്ട്, അന്ന് കല്യാണിയുടെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ കല്യാണിയുടെ ചേച്ചിയുടെ ഭർത്താവ് രതീഷ്, പിന്നെ കാട്ടിലെ കാട്ടുമൂപ്പന്റെ വേലു, പിന്നെ കല്യാണ ചെറുക്കന്റെ 2-3 ഫ്രണ്ട്സ്, അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഗംഗപ്രസാദിനെ പോലത്തെ ഒരാളെ മലർത്തി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ ആരെങ്കിലൊക്കെ അവനെ അടിച്ചിട്ടുണ്ടാവും കിരണായിരിക്കും. സംശയമുണ്ടോ? ഈ വേലൂർ രതീഷ് അവരൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാണ്. സർ, അവരൊക്കെ വളരെ നല്ലവരാണ്. നല്ലവർക്കാണല്ലോ ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ കൊല്ലാനൊരു കൊതി. അല്ല, കൊന്നെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് പറയണമായിരുന്നു അറിയാതെ സംഭവിച്ചാണെങ്കിൽ. പക്ഷേ ഇത് ഡെഡ് ബോഡി മാറ്റിയിട്ടുണ്ട്, അതെന്താണെന്നാണ് ഞങ്ങൾ കണ്ടെത്തണത് എന്ന് CA പറയുമ്പോൾ കല്യാണി വീണ്ടും ടെൻഷനിൽ കല്യാണിന്റെ മുഖം ആകെ മാറുക കേട്ടോ. അതെല്ലാം തന്നെ CA മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട്, സർ, ഈ ഗംഗപ്രസാദ് കൊടും കുറ്റവാളിയാണല്ലോ. ദേ ഈ നിൽക്കുന്ന കല്യാണിയുടെ ഒരു
പാവപ്പെട്ട അമ്മയായിരുന്നു. ആ അമ്മേനെ നീചമായിട്ടാണ് അവൻ കൊന്നുകളഞ്ഞത്. അതിനുശേഷം ദിലീപിന്റെ അച്ഛൻ, അയാളും ഒരു പാവ മനുഷ്യനായിരുന്നു. കാട്ടിലെ മൂപ്പൻ കാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് ജീവനായിട്ട് സ്നേഹിക്കുന്ന ഒരു കാട്ടുമൂപ്പൻ, പാവം, അയാളെ കൊന്നു, അയാളുടെ മോളെ ചതിച്ചു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കേസുകൾ വേറെ. അങ്ങനെ എത്ര കുടുംബങ്ങളെ അനാഥരാക്കിയതാണ് ഈ ഗംഗപ്രസാദ്. അപ്പൊ അങ്ങനത്തെ ഒരാൾ മരിച്ചാല് സന്തോഷിക്കല്ലേ സർ വേണ്ടത്? ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ? കിരൺ, അവിടെയാണ് കിരണ തെറ്റിയത്. അവൻ മരിച്ചാലേ എനിക്കും സന്തോഷം തന്നെ ഉള്ളോടോ. പക്ഷെ അവനെ കൊന്നതാണെങ്കിൽ അത് അറിയണ്ടേ? നമ്മുടെ നാട്ടിലെ ഒരു ഒരാള് വധശിക്ഷക്ക് വിധിച്ച ഒരാള് മരിച്ചാലും അതെങ്ങനെയാണെന്ന് അറിയണമല്ലോ. അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് ആ സി അവിടെ നിന്ന് പോവാണ്. അപ്പൊ കല്യാണിനെ കിരണ നോക്കിയിട്ട് ഒരു ആക്കിയ ചിരി ചിരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അയാൾ പോയി കഴിയുമ്പോഴേക്കും കല്യാണി ചോദിക്കേണ്ട, കിരണേട്ടാ, അയാള് സംസാരത്തിലൊക്കെ എന്തോ സംശയം എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഒന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അയാൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ കല്യാണി, അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പോലീസുകാർ അങ്ങനെയാണ്. അവരെന്തോ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഞങ്ങളുടെ സംസാരിക്കും, നമ്മൾ അതിൽ വീണു പോവാനായിട്ട്. പക്ഷെ നിന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് അയാൾ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. കല്യാണി, നീ പല കാര്യങ്ങളും വിക്കിയാണ് പറയണത്. പല സമയത്തും നീ പല രീതിയിൽ പെരുമാറുന്നുണ്ട്. അയാൾക്ക് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ മുഖത്തെ ടെൻഷൻ അയാൾക്ക് ശരിക്കും മനസ്സിലായി. ഞാനും ശ്രദ്ധിച്ചു. നീ നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാ കല്യാണി എല്ലാത്തിനും കുഴപ്പം. നീയായിട്ട് തന്നെ ഇപ്പൊ ഈ കേസ് കുത്തിപ്പൊക്കി സത്യങ്ങളൊക്കെ പുറത്താവുന്ന എനിക്കിപ്പോ പേടി എന്ന് കിരൺ പറയാട്ടോ. അതേ പിന്നീട് കാണിക്കുന്ന സ്റ്റെഫിയാണെങ്കിൽ ഗുണ്ടകൾക്ക് പറയുന്നുണ്ട്, ഗംഗപ്രസാദിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഇപ്പോ എന്നെ കാണാൻ വരേണ്ട സമയമായി. ഞാൻ പരോളിൽ അവൻ ജീവനോടുണ്ടെങ്കിൽ പരോളിൽ ഇറങ്ങിയ കാര്യം അവൻ അറിയുകയും എന്റെ അടുത്ത് വരികയും അവൻ എന്തായാലും ചെയ്താനെ. ഇത് അവന്റെ ജീവനെ തന്നെ ആപത്തായിട്ടുണ്ട്. അവൻ മരിച്ചോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവനില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനും മരിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളെ കൂടി കൊന്നട്ടെ ഞാൻ ഈ ലോകത്തുനിന്ന് പോവുള്ളൂ. എന്തായാലും ഞാൻ ഇനി നേരെ ജയിലിലേക്കില്ല. ഇനി എനിക്കൊരു ഇതുണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. പക്ഷെ ഗംഗപ്രസാദിനെ കൊന്നവരെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ. അത് ഞാൻ ഉറച്ച തീരുമാനമാണ് എന്നൊക്കെ സ്റ്റെഫി പറയാണ്. അപ്പൊ ഗുണ്ടകൾ പറയുന്നുണ്ട്, എന്നാലും ആ സി എ മാറ്റി ശരിക്കും കേസ് അന്വേഷിക്കോ? അതല്ല ഗംഗപ്രസാദ് പിടികിട്ടാ പുള്ളിയാന്ന് പറഞ്ഞിട്ട് കേസ് തള്ളിക്കളയോ? ഇല്ല, അയാൾ കേസ് തെളിയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അയാൾ നല്ല വിശ്വാസമുണ്ട്. അയാൾ ഇപ്പൊ തന്നെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കിരണിന്റെ അടുത്തും കല്യാണിന്റെ അടുത്തൊക്കെ പല പ്രാവശ്യം പോയതായിട്ട് എനിക്ക് എന്നെ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എന്തായാലും ഈ കേസ് അന്വേഷിക്കും. ഗംഗപ്രസാദിന് ആ കിരണും ആ കല്യാണിക്ക് ചേർത്ത് എവിടെയെങ്കിലും കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. അത് എവിടെയാണെന്ന് എനിക്ക് അറിയണം. ആ കുഴി തുറന്നിട്ടാണെങ്കിലും ഞാൻ ഗംഗേനെ എടുക്കും എന്നൊക്കെ ആ സ്റ്റെഫി ഇങ്ങനെ പറയണം. അപ്പൊ ആ കുഴി തുറക്കുമ്പോഴേക്കും അതിൽ ഗംഗയാണോ ആരാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഗംഗയായിരിക്കില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഗംഗ പെട്ടെന്ന് മരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ ആ കുഴിയിൽ ആരോ കിടപ്പുണ്ട്. അതാരാണെന്ന് അറിയില്ല. കുറെ പേര് പറയണു അത് ബൈജു ആണെന്ന്. ഇനി ബൈജു എങ്ങാനും ആണോ? കുറെ നാട്ട് ബൈജുവിനെയും കാണിക്കുന്നില്ല. ഗംഗപ്രസാദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വേറെ ആരെങ്കിലും മൂടി പൊതിച്ചു വെച്ചതാണോ എന്നും ആർക്കറിയാം. എന്തായാലും നമുക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേസ് അന്വേഷണ ഭാഗമായിട്ട് പല പല പേര് സംശയിക്കാൻ പെടുന്ന പാകത്തിനാണ് ഇപ്പൊ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ. ബൈ ബൈ.